മലമ്പുഴ ഗവൺമെൻറ് ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാബു EP, ഇൻസ്ട്രക്ടർ, മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. ഇന്ന് നമുക്ക് പീരിയോഡിക് മെയിൻ്റനൻസ് ഓഫ് ട്രാക്ടർ എന്ന ടോപ്പിക് പഠിക്കാം. ഒരു ട്രാക്ടർ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ എപ്രകാരം പരിപാലിക്കണം എന്നതാണ് ഈ ചർച്ചാ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കുവാനുള്ളത്. ഇമ്പോർട്ടൻസ്: ട്രാക്ടർ ഓപ്പറേറ്റ് ഇൻ ദ ഫീൽഡ് ഇൻ മോസ്റ്റ് order's operating conditions. The engine, clutch, transmission is severely strained, causing fastness. Hence, the items requiring attention due to normal wear and tear must be attended as per their prescribed schedule. Timely attention saves from breakdown damage. നമുക്കറിയാം, ട്രാക്ടർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് വളരെ ക്ലേശകരമായ അല്ലെങ്കിൽ അൺഈവൻ ഫീൽഡിലാണ്. വിവിധ കൃഷികൾക്ക് വേണ്ടിയുള്ള കാർഷിക പ്രവർത്തനങ്ങളായ പ്ലോവിംഗ്, പഡലിംഗ്, ഹാർവസ്റ്റിംഗ്, ത്രഷിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്യുമ്പോൾ ക്രമാതീതമായി പൊടിപടലങ്ങളും ചളിയും വാഹനത്തിൻ്റെ വിവിധ യന്ത്രഭാഗങ്ങളിൽ കയറുവാനുള്ള സാധ്യതയുണ്ട്. ട്രാക്ടറിൻ്റെ മേജർ അസംബ്ലീസ് ആയ എൻജിൻ, ക്ലച്ച്, ട്രാൻസ്മിഷൻ, റിയർ ആക്സിൽ മുതലായ ഭാഗങ്ങൾ കൂട്ടിയിണക്കിയിരിക്കുന്ന നട്ട്സ് ആൻഡ് ബോൾട്ട്സ് അവയ്ക്ക് തേയ്മാനം വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ യന്ത്രഭാഗങ്ങളിൽ ഒക്കെ കൃത്യമായ ഇടവേളകളിൽ പരിപാലനം ആവശ്യമാണ്. ഇങ്ങനെ നാം ചെയ്യുന്ന പീരിയഡിക് മെയിൻ്റനൻസ് ആണ് യഥാർത്ഥത്തിൽ ആ വാഹനത്തിൻ്റെ ആയുസ്. കൃത്യമായ ഇടവേളകളിൽ ട്രാക്ടറിൻ്റെ പരിപാലനം നടത്തുന്നതുകൊണ്ട് പെട്ടെന്നുള്ള ബ്രേക്ക് ഡൗൺ ഡാമേജിൽ നിന്നും വാഹനത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നു. ഐറ്റംസ് കവേർഡ് അണ്ടർ റൂട്ടീൻ മെയിൻ്റനൻസ്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പതിവ് പരിപാലനം നടത്തേണ്ടത്? ഓൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, engine, transmission, steering and hydraulic system are to be topped up and replaced at prescribed intervals. എല്ലാ ലൂബ്രിക്കേറ്റിംഗ് ഓയിലുകളും എൻജിൻ, ട്രാൻസ്മിഷൻ, സ്റ്റിയറിംഗ് ബോക്സ്, ഹൈഡ്രോളിക് സിസ്റ്റം എന്നിവയിലെ ഓയിലുകൾ ആ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക, ടോപ്പപ്പ് ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ റീപ്ലേസ് ചെയ്യുക. ഓൾ ഫിൽറ്റേഴ്സ് like air filter, fuel filter, lube oil filter, they are to be renewed with the correct prescribed hours. എല്ലാ ഫിൽറ്ററുകളും എൻജിൻ ആവശ്യമായ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്ന എയർ ഫിൽറ്റർ, ഇന്ധനത്തെ അരിച്ചെടുക്കുന്ന ഫ്യൂൽ ഫിൽറ്റർ, ഓയിലുകളെ അരിച്ചെടുക്കുന്ന ഓയിൽ ഫിൽറ്റർ എന്നിവ കൃത്യമായ ഇടവേളകളിൽ റീപ്ലേസ് ചെയ്യുക. ഓൾ ഗ്രീസ് പോയിൻറ്റ്സ് ആർ ടു ബി greased for smooth operation of all mechanical linkages. വിവിധ യന്ത്രഭാഗങ്ങളുടെ സുഗമമായ കർഷണരഹിതമായ പ്രവർത്തനത്തിനായി കൊടുത്തിട്ടുള്ള ഗ്രീസ് പോയിന്റുകളിൽ ഗ്രീസിംഗ് നടത്തുക. ഓൾ ഫില്ലർ ക്യാപ്സ് ലൈക്ക് ഫ്യൂൽ ക്യാപ്പ്, റേഡിയേറ്റർ ക്യാപ്പ്, ട്രാൻസ്മിഷൻ ഓയിൽ ഫില്ലർ ക്യാപ്സ് ആർ ടു ബി ഇൻ ഗുഡ് കണ്ടീഷൻ. എല്ലാ ഫില്ലർ ക്യാപ്പുകളും ഇന്ധനം നിറയ്ക്കുന്ന, കൂളൻ്റ് നിറയ്ക്കുന്ന, ഓയിൽ നിറയ്ക്കുന്ന ക്യാപ്പുകൾ ക്ലീൻ ചെയ്യുക. ബാറ്ററി ടു ബി ടോപ്പ്ഡ് അപ്പ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ചാർജ്ഡ്. വാഹനത്തിൻ്റെ ബാറ്ററി ഇലക്ട്രോലൈറ്റ് ലെവൽ ചെക്ക് ചെയ്യുക, ടോപ്പപ്പ് ചെയ്യുക, ചാർജ് ചെയ്യുക. ഫാൻ ബെൽറ്റ് ടെൻഷൻ, ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിവ നടത്തുക. ക്ലച്ച് പെഡൽ ഫ്രീ പ്ലേ ചെക്ക് ചെയ്യുക. ഓൾ ഇലക്ട്രിക് ബൾബ്സ്, കൺട്രോൾ സ്വിച്ചസ് ആൻഡ് ഗേജസ് ടു ബി ചെക്ക്ഡ് ഫോർ ഫങ്ഷനിങ്. എല്ലാ ഇലക്ട്രിക് ബൾബുകളും കൺട്രോൾ സ്വിച്ചുകളും വാഹനത്തിലെ വിവിധ ഗേജുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ടയർ പ്രഷർ ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സപ്ലയർ. കൃത്യമായ ഇടവേളകളിൽ
നിഷ്കർഷിച്ചിട്ടുള്ള അളവിൽ ടയർ പ്രഷർ സെറ്റ് ചെയ്യുക. ട്രാക്ടറുകളിൽ റോഡ് റണ്ണിങ്ങിനും ഫീൽഡ് വർക്കിനും വ്യത്യസ്ത ടയർ പ്രഷറുകളാണ് ഉള്ളത്. എനി അതർ ഐറ്റംസ് വിച്ച് ഈസ് സ്പെഷ്യൽ ടു ദ ട്രാക്ടർ മെൻഷൻഡ് ബൈ സപ്ലയർ ടു ബി ഡൺ. മേൽപ്പറഞ്ഞവ കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അവയുടെ മെയിൻ്റനൻസ് കൂടെ കൃത്യമായി നടത്തുക. സർവീസ് മെയിൻ്റനൻസ് ഷെഡ്യൂൾ. ഒരു ട്രാക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് സർവീസ് മെയിൻ്റനൻസ് പട്ടിക പരിശോധിക്കാം. മറ്റു വാഹനങ്ങളെ പോലെ കിലോമീറ്റർ റീഡിങ്ങിലല്ല സർവീസ് നടത്തുന്നത്. ട്രാക്ടറുകളിൽ എൻജിൻ പ്രവർത്തിക്കുന്ന മണിക്കൂറിൽ ആണ് സർവീസ് നടത്തേണ്ടത് എന്ന കാര്യം ആദ്യമായി ഓർത്തിരിക്കേണ്ടതാണ്. ആഫ്റ്റർ ഫസ്റ്റ് 10 hours, ആദ്യത്തെ 10 മണിക്കൂറിന് ശേഷം ചെക്ക് വീൽ ബോൾട്ട് ടോർക്ക്. വീൽ ബോൾട്ടുകളുടെ ടോർക്ക് ചെക്ക് ചെയ്യുക. ചെക്ക് ക്യാബ് റോൾ ഓവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം മൗണ്ടിങ് ഹാർഡ്വെയർ ടോർക്ക്. ചില ആധുനിക ട്രാക്ടറുകളിൽ ക്യാബ് റോൾ ഓവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം മൗണ്ട് ചെയ്തിട്ടുണ്ട്. അവയുടെ ഹാർഡ്വെയർസ് ടോർക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് വിൻഷീൽഡ് വൈപ്പർ മൗണ്ടിങ് ഹാർഡ്വെയർ ടോർക്ക്. ഡ്രൈവർ ക്യാബിൻ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ട്രാക്ടറുകളിൽ വിൻഷീൽഡ് വൈപ്പർ മൗണ്ടിങ്സ് അവയുടെ ടോർക്ക് ചെക്ക് ചെയ്യുക. എവരി 10 hours ഓർ ഡെയിലി, എല്ലാ 10 മണിക്കൂർ കഴിയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തി ദിവസവും. ചെക്ക് എൻജിൻ ഓയിൽ ലെവൽ. എൻജിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഇതിനായി ട്രാക്ടർ ലെവൽ ഗ്രൗണ്ടിൽ നിർത്തിയ ശേഷം എൻജിൻ ഡിപ്സ്റ്റിക് ഉപയോഗിച്ച് ലെവൽ ചെക്ക് ചെയ്യുക. കുറവുണ്ടെങ്കിൽ ശരിയായ ഗ്രേഡിലുള്ള ഓയിൽ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യുക. ചെക്ക് ട്രാൻസ്മിഷൻ ഓയിൽ ലെവൽ. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ചെക്ക് റേഡിയേറ്റർ കൂളൻ്റ് ലെവൽ. റേഡിയേറ്ററിലെ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുക. മോഡേൺ ട്രാക്ടറുകളിൽ എക്സ്പാൻഷൻ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ഓർ ഓവർഫ്ലോ ടാങ്കിൽ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് എയർ ഫിൽറ്റർ റബ്ബർ ഡസ്റ്റ് അൺലോഡിംഗ് വാൽവ്. ഡ്രൈ ടൈപ്പ് എയർ ഫിൽറ്ററുകളിലുള്ള അൺലോഡിംഗ് വാൽവ് ചെക്ക് ചെയ്യുക. ചെക്ക് എയർ പ്രീ ക്ലീനർ ബൗൾ ആൻഡ് ക്ലീൻ ഇഫ് റിക്വയർഡ്. ഓയിൽ ബാത്ത് എയർ ക്ലീനറുകളിൽ പ്രീ ക്ലീനർ ചെക്ക് ചെയ്യുക. ഹെവി ഡസ്റ്റ് കണ്ടീഷനിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഓയിൽ ബാത്ത് കൂടെ ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്യുക. വാട്ടർ ഡ്രെയിൻ പ്ലഗ് ഫ്യൂവൽ ഫിൽറ്റർ. ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്നും വെള്ളം ഡ്രെയിൻ ചെയ്യുക. എവരി 50 hours, എല്ലാ 50 മണിക്കൂർ കഴിയുമ്പോൾ. ചെക്ക് ഫ്രണ്ട് ആക്സിൽ ഓയിൽ ലെവൽ. ഫ്രണ്ട് ആക്സിൽ ലൈവ് ആക്സിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ട്രാക്ടറുകളുടെ ഫ്രണ്ട് ആക്സിൽ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ലൂബ്രിക്കേറ്റ് മെഷീൻ. വിവിധ യന്ത്രഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ക്യാബ് പ്രൊട്ടക്ഷൻ സിസ്റ്റം മൗണ്ടിങ്സ് ചെക്ക് ചെയ്യുക. ക്ലീൻ ഓർ റീപ്ലേസ് ക്യാബ് എയർ ഫിൽറ്റേഴ്സ്. എക്സ്കവേറ്റർ പോലുള്ള വലിയ ട്രാക്ടറുകളിൽ ക്യാബ് എയർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അവ ക്ലീൻ ചെയ്യുക ഓർ റീപ്ലേസ് ചെയ്യുക. ചേഞ്ച് എയർ ക്ലീനർ ഓയിൽ ആൻഡ് ഗോസ് എലമെൻറ്റ്. എയർ ക്ലീനർ ഓയിൽ ചേഞ്ച് ചെയ്യുക. ക്ലീനിങ് എലമെൻറ്റ് ക്ലീൻ ചെയ്യുക. ക്ലച്ച് പെഡൽ, ബ്രേക്ക് പെഡൽ, ഫ്രീ പ്ലേ ചെക്ക് ചെയ്യുക. വീൽ നട്ട്സ് ആൻഡ് ബോൾട്ട്സ് ചെക്ക് ചെയ്യുക. ടയർ പ്രഷർ ചെക്ക് ചെയ്യുക. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ഓൾ ഗ്രീസിംഗ് പോയിൻറ്റ്സ്. എല്ലാ ഗ്രീസ് പോയിൻറ്റുകളും ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തുക. ചെക്ക് ബാറ്ററി ഇലക്ട്രോലൈറ്റ് ലെവൽ. ബാറ്ററി ഇലക്ട്രോലൈറ്റ് ലെവൽ ചെക്ക് ചെയ്യുക. കുറവുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യണം.
ചെക്ക് FIP ഓയിൽ ലെവൽ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. എവറി 200 hours, ഓരോ 200 മണിക്കൂറുകൾ കഴിയുമ്പോൾ. ചേഞ്ച് എൻജിൻ ഓയിൽ ആൻഡ് ഫിൽറ്റർ, എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യുക. ആൾട്ടർനേറ്റർ ഓർ ഫാൻ ബെൽറ്റ് ടെൻഷൻ ചെക്ക് ചെയ്യുക. ചെക്ക് എയർ റെസ്ട്രിക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റ്, എയർ റെസ്ട്രിക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ അവ ചെക്ക് ചെയ്യുക. വീൽ ബോൾട്ട് ടോർക്ക് ചെക്ക് ചെയ്യുക. ക്ലീൻ ഫ്യൂവൽ ഫീഡ് പമ്പ് ഫിൽട്ടർ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഇന്ധനം എത്തിക്കുന്ന ഫ്യൂവൽ ഫീഡ് പമ്പിലുള്ള ഫിൽട്ടർ ക്ലീൻ ചെയ്യുക. ചേഞ്ച് FIP ഓയിൽ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലുള്ള ഓയിൽ ചേഞ്ച് ചെയ്യുക. ചെക്ക് ട്രാൻസ്മിഷൻ ഓർ ഫൈനൽ ഡ്രൈവ് ഓർ ഹൈഡ്രോളിക്സ് ഓയിൽ ലെവൽ, ട്രാൻസ്മിഷൻ, ഫൈനൽ ഡ്രൈവ്, ഹൈഡ്രോളിക് ഓയിൽ ലെവലുകൾ ചെക്ക് ചെയ്യുക. എവറി 400 hours, ഓരോ 400 മണിക്കൂർ കഴിയുമ്പോഴും. എൻജിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. ട്രാൻസ്മിഷൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക. ട്രാൻസ്മിഷൻ ഓയിൽ സെക്ഷൻ സ്ക്രീൻ ക്ലീൻ ചെയ്യുക. ചില വാഹനങ്ങളിൽ അപ്രകാരം സെക്ഷൻ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രീൻ ക്ലീൻ ചെയ്യുക. റീപ്ലേസ് ഫ്യൂവൽ ഫിൽറ്റർ, ഇന്ധനം അരിച്ചെടുക്കുന്ന ഫ്യൂവൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക. എവറി 600 hours, ഓരോ 600 മണിക്കൂർ കഴിയുമ്പോൾ. ചെക്ക് എൻജിൻ ഐഡിൽ സ്പീഡ്, എൻജിൻ്റെ ഐഡിൽ സ്പീഡ് ചെക്ക് ചെയ്യുക. ചെക്ക് എയർ ഫിൽറ്റർ ഇൻടേക്ക് ഹോസസ് ആൻഡ് ക്ലാംപ്സ്, എയർ ഫിൽറ്റർ അതിൻ്റെ ഇൻടേക്ക് ഹോസ്, ഔട്ട് ഗോയിങ് റബ്ബർ ഹോസുകൾ, അവയുടെ ക്ലാമ്പുകൾ എന്നിവ ചെക്ക് ചെയ്യുക. ഫ്രണ്ട് ആക്സിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക. ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ഫ്രണ്ട് വീൽ ബെയറിംഗ്, ഫ്രണ്ട് വീൽ ബെയറിംഗ് ക്ലീൻ ചെയ്യുക, അവ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഇയർലി ഓർ എവരി 1200 hours, ഓരോ 1200 മണിക്കൂർ കഴിയുമ്പോഴോ ഒരു വർഷം തികയുമ്പോഴോ. ചേഞ്ച് എൻജിൻ ഓയിൽ ആൻഡ് ഫിൽറ്റർ ഈഫ് ലെസ് ദാൻ 200 hours ഓഫ് ഓപ്പറേഷൻ, ഒരു വർഷം 200 മണിക്കൂറിൽ കുറവാണ് പ്രവർത്തനമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം. ഡ്രെയിൻ വാട്ടർ ഫ്രം ഫ്യൂവൽ ടാങ്ക് ആൻഡ് റീപ്ലേസ് ഫ്യൂവൽ ഫിൽറ്റർ, ഇന്ധന ടാങ്കിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുക. ഫ്യൂവൽ ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യുക. ചെക്ക് ഓൾ ഹോസസ് ആൻഡ് ക്ലാംപ്സ്, എല്ലാ ഹോസുകളും അവയുടെ ക്ലാമ്പുകളും ചെക്ക് ചെയ്യുക. ചെക്ക് എൻജിൻ വാൽവ് ക്ലിയറൻസ്, എൻജിനിലുള്ള ഇൻലെറ്റ് എക്സോസ്റ്റ് വാൽവുകളുടെ ക്ലിയറൻസ് ചെക്ക് ചെയ്യുക. ചേഞ്ച് എൻജിൻ ഓയിൽ, സ്റ്റിയറിംഗ് ബോക്സ് ഓയിൽ ആൻഡ് ട്രാൻസ്മിഷൻ ഓയിൽ, എൻജിൻ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ, ഹൈഡ്രോളിക് എന്നിവയിലെ ഓയിലുകൾ, ഫിൽറ്ററുകൾ എന്നിവ ചേഞ്ച് ചെയ്യണം. എവറി 2 years ഓർ 2000 hours, ഓരോ 2000 മണിക്കൂർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ 2 വർഷം കഴിയുമ്പോൾ. ഫ്ലഷ് ആൻഡ് റീപ്ലേസ് ഫാക്ടറി കൂളൻറ്റ്, ഫ്ലഷ് കൂളിംഗ് സിസ്റ്റം ആൻഡ് റീപ്ലേസ് കൂളൻറ്റ്, വാഹനത്തിലെ കൂളിംഗ് സിസ്റ്റം പൂർണ്ണമായും ക്ലീൻ ചെയ്യുക. എൻജിൻ ബ്ലോക്ക്, എൻജിൻ ഹെഡ് എന്നിവ പൂർണ്ണമായും ക്ലീൻ ചെയ്യണം. അതിനുശേഷം കൂളൻ്റ് റീപ്ലേസ് ചെയ്യുക. സർവീസ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ നോസിൽസ് ആസ് നീഡഡ്, ആവശ്യമെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നോസിലുകൾ സർവീസ് ചെയ്യേണ്ടതാണ്. ജനറൽ മെയിൻ്റനൻസ്, പൊതുവായ മറ്റ് പരിപാലനങ്ങൾ. ഫാൻ ബെൽറ്റ്, ആൾട്ടർനേറ്റർ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുക. എയർ ഫിൽറ്ററുകളുടെ
ഫിൽറ്ററിംഗ് എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുക, എല്ലാ ഫ്യൂസുകളും ബൾബുകളും മാറ്റുക, റേഡിയേറ്റർ ഹോസ് ആൻഡ് ക്ലാംപ്സ് റീപ്ലേസ് ചെയ്യുക, ഫ്രണ്ട് വീൽ ടോയിങ് ചെക്ക് ചെയ്യുക, റേഡിയേറ്റർ കൂളിംഗ് സ്ക്രീൻ ചെക്ക് ചെയ്യുക. ചില ട്രാക്ടറുകളിൽ റേഡിയേറ്ററിന് മുൻപ് വശത്ത് കൂളിംഗ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ടാവും, ആ സ്ക്രീൻ ക്ലീൻ ചെയ്യുക. ക്ലീൻ ഡെബ്രിസ് ഫ്രം എൻജിൻ കമ്പാർട്ട്മെൻറ്റ്. എൻജിൻ കമ്പാർട്ട്മെൻറ്റിലുള്ള കാർബൺ ഡെപ്പോസിറ്റുകൾ, പൊടിപടലങ്ങൾ എന്നിവ ക്ലീൻ ചെയ്യുക. ഇത് ഒരു ട്രാക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻ്റനൻസ് ചാർട്ടാണ്. ആധുനിക ട്രാക്ടറുകളിൽ ഇതിൻ്റെ ചേഞ്ചിങ് ഇൻ്റർവെൽസ് അതിൽ വ്യത്യാസം വന്നേക്കാം. ഏത് മാനുഫാക്ചറിൻ്റെ ട്രാക്ടറുകളാണോ പ്രവർത്തിപ്പിക്കുന്നത് ആ മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള പീരിയോഡിക് മെയിൻ്റനൻസ് നടത്തേണ്ടതാണ്. താങ്ക് യു.